കേരളത്തിൽ ആരും അറിയാത്തൊരു സ്വർണ്ണനിധി ഒളിച്ചിരിക്കുന്നുണ്ട്. അതായത് ഒരു സ്വർണ്ണ മല തന്നെ. ഇത് ചുരുക്കം ചില ആളുകൾക്ക് മാത്രമേ അറിയാവൂ. ഞാൻ വിശദമായിട്ട് എന്താണെന്ന് പറഞ്ഞുതരാം. ഹായ് ഹലോ എവരിവൺ, ശ്രീജിത്ത് ഐ ജ്വല്ലറി ഡിസൈനർ. സ്വർണ്ണം ഖനനം ചെയ്യുന്നതിനെ പറ്റിയിട്ടും സ്വർണ്ണ ഖനികളെ പറ്റിയും സംസാരിക്കുമ്പോൾ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാറുള്ളത്. അത് നോർത്ത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതലുള്ളത്, അതുപോലെ തന്നെ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ. എന്നാൽ കേരളത്തിൽ ഒരു സ്വർണ്ണം മല തന്നെയുണ്ട്. അധികം ആളുകൾക്കും അറിയില്ല. ഇതിന് പണ്ട് പറഞ്ഞിരുന്നത് ഒരു ഗോൾഡൻ ഹിൽസ് എന്നായിരുന്നു. അതെ, നമ്മുടെ കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരുള്ള മരുതമല. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇവിടെ സ്വർണ്ണം ഉള്ളതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. അതുപോലെ തന്നെ ഖനനം ചെയ്യപ്പെട്ടിട്ടുള്ളതിന്റെ റിപ്പോർട്ടുകളും കാണാനുണ്ട്. പിന്നീട് ഇന്ത്യയുടെ ജിയോളജിക്കൽ സർവേ നടത്തിയ പഠനങ്ങൾ അനുസരിച്ചിട്ട് ഇവിടെയുള്ള പാറകളില്, മണലില്, അതുപോലെ നദീതടങ്ങളിലൊക്കെ സ്വർണ്ണത്തിന് നിക്ഷേപം കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ നിലവിൽ ഇവിടെ ഒരു സ്വർണ്ണ ഖനിയും പ്രവർത്തിക്കുന്നില്ല. ഈ മരുതമല പശ്ചിമഘട്ട മലനിരയുടെ ഭാഗമായതുകൊണ്ട് തന്നെ ഇവിടെ സ്വർണ്ണം ഖനനം ചെയ്യുന്നതിൽ ഒരുപാട് പരിമിതികളുണ്ട്. അങ്ങനെ ഖനനം ചെയ്ത് സ്വർണ്ണം എടുക്കുകയാണെങ്കിൽ തന്നെ അവിടെ പ്രകൃതിപരമായിട്ടുള്ള ഒരുപാട് നാശനഷ്ടം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇപ്പോഴും അവിടെ സ്വർണ്ണ ഖനനത്തിന് വേണ്ടിയിട്ടുള്ള പഠനങ്ങൾ നടക്കുന്നുണ്ട്. 1800-കളിലാണ് ഇവിടെ സ്വർണ്ണ നിക്ഷേപം ബ്രിട്ടീഷുകാർ കണ്ടെത്തിയിട്ടുള്ളത്. 1850-ൽ 41ഓളം ബ്രിട്ടീഷ് കമ്പനികൾ ഇവിടെ സ്വർണ്ണം ഖനനം ചെയ്യാനായിട്ടുള്ള ടെൻഡർ എടുത്തിട്ടുള്ളതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ ആ ഒരു സമയത്തായിരുന്നു നമ്മുടെ കൊല്ലാർ ഗോൾഡ് ഫീൽഡ്, അതായത് KGF-ലെ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തുന്നത്. അങ്ങനെ നമ്മുടെ കേരളം വിട്ട് കൊല്ലാർ ഗോൾഡ് ഫീൽഡിലേക്ക്, അതായത് KGF-ലേക്ക് ബ്രിട്ടീഷുകാർ മാറാൻ തുടങ്ങി. ഇന്നും മരുതമലയുടെ പല ഭാഗങ്ങളിലായിട്ട് ബ്രിട്ടീഷുകാർ സ്വർണ്ണ ഖനനം നടത്താൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുള്ള പല ഉപകരണങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കൂടാതെ കേരളത്തിലെ മറ്റു പല സ്ഥലങ്ങളിൽ, അട്ടപ്പാടിയിലെ പട്ടുമല, കൊട്ടത്തറ, അതുപോലെ തന്നെ വയനാടുള്ള ഗോൾഡ് ഹിൽസ് എന്നിവിടങ്ങളിലൊക്കെ സ്വർണ്ണത്തിന് സാന്നിധ്യം ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോ ഈ വീഡിയോ കണ്ട് ആരും സ്വർണ്ണം ഖനനം ചെയ്യാനായിട്ട് അങ്ങോട്ട് പോകാൻ നിൽക്കണ്ട. മൈൻസ് ആൻഡ് മിനറൽസ് ആക്ട് 1957 പ്രകാരം ജയിലിൽ പോകേണ്ട അവസ്ഥയാണ്. പശ്ചിമഘട്ട മലനിരകളിൽ നിന്ന് ഒഴുകി വരുന്ന പല നദീതടങ്ങളിൽ നിന്നും സ്വർണ്ണം കിട്ടിയതായിട്ട് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ചാലിയാറിനെ തിരുത്തുന്നത്. അപ്പൊ കേരളത്തിലെ സ്വർണ്ണത്തെ പറ്റിയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗോൾഡ്, ഡയമണ്ട് ജ്വല്ലറി, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറീസിനും അപ്ഡേറ്റ്സും ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക.